വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു 3 കിലോ തൂക്കം വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്കുള്ള ബട്ടർ മിൽക്കാണ് റെഡിയാക്കുന്നത്. ബട്ടർ മിൽക്ക് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 ലിറ്റർ പാല്, അതായത് 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ 6 കപ്പ് മൈദ നേരത്തെ അരിച്ചെടുത്തതാണിത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ സാൾട്ടും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നന്നായി അരിച്ച് തന്നെ ചേർക്കുക. അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈദ ഞാൻ ആദ്യമേ ഇവിടെ അരിച്ച് വെച്ചതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനാണ് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലുള്ള ബാറ്റർ തയ്യാറാക്കാം. 8 എഗ്ഗ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗാണ്. അതിനകത്തേക്ക് ഒരു 3 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ്. പെട്ടെന്ന് മെൽട്ടായിട്ട് ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 കപ്പ് എടുത്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. 3 കപ്പാണ് നമുക്ക് വേണ്ടത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 600 ഗ്രാമിനേക്കാളും കൂടുതലുണ്ടാവും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര ശരിക്കും അതിൽ അലിഞ്ഞ് ചേരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എഗ്ഗ് നമ്മൾ ബീറ്റാക്കി എടുക്കുന്നൊന്നുമില്ല. ബീറ്റാക്കി എടുക്കാത്തത് കൊണ്ട് നമ്മളെ കേക്ക് സോഫ്റ്റ് ആവുമെന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താലും നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് 2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലും നമ്മൾ ബാറ്ററായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറും ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫുഡ് കളർ കൂടെ ചേർത്തതിന് ശേഷമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഞാനിപ്പോൾ റാസ്ബെറി റെഡാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചില്ലി റെഡ്, ടൊമാറ്റോ റെഡ് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, നല്ല റെഡ് കളർ കിട്ടുന്നത് വരെ. ഞാനിപ്പോൾ ഏകദേശം 4.5 ടേബിൾ സ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഫ്ലോർ പകുതി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തെന്ന് ഉറപ്പായതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് സമയം വെച്ചിട്ട് മിക്സാക്കി എടുക്കരുത്, പെട്ടെന്ന് ആക്കണം. കാരണം നമ്മൾ ബട്ടർ മിൽക്ക് ചേർത്തതിലേക്കാണ് ബേക്കിംഗ് സോഡ ചേർത്ത ഫ്ലോർ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷന് അപ്പോൾ തന്നെ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഒരുപാട് മിക്സ് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ കഴിയുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ കേക്ക് സോഫ്റ്റ് ആവില്ല. അപ്പോൾ പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പാന് റെഡിയാക്കി വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് ബേക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 13 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. 3 കിലോ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 13 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ. അത് ആദ്യം തന്നെ ഒരല്പം ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് സൈഡിൽ അതുപോലെ തന്നെ താഴെ ഒരു ബട്ടർ പേപ്പറും വിരിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഓവനിലല്ല, സ്റ്റവ് ടോപ്പിലാണ്. എൻ്റെ ഓവനിൽ മാക്സിമം 1.5 കിലോ വരെ ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്റ്റവ് ടോപ്പിൽ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ ആദ്യമേ തന്നെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലേ എയർ ബബിൾസൊക്കെ വലുതൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് റെഡിയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിത് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള അലൂമിനിയത്തിൻ്റെ പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 മണിക്കൂറും 35 മിനിറ്റും സമയം ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്. 1 മണിക്കൂറും 35 മിനിറ്റും. 1.5 മണിക്കൂർ കഴിയാതെ നിങ്ങൾ കേക്ക് തുറന്ന് നോക്കരുത് സെറ്റായിട്ടുണ്ടോയെന്ന്. സെറ്റായിട്ടുണ്ടാവില്ല.
അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. കേക്ക് തണുത്ത് വരുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കിലോ ക്രീം എടുത്തിട്ടുണ്ട്. 1/2 കിലോ എന്ന് പറഞ്ഞാൽ 500 ഗ്രാം വിപ്പിംഗ് ക്രീമാണിത്. റിച്ചിൻ്റെ സ്റ്റാർ വിപ്പ് എന്ന് പറയുന്ന ക്രീമാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. ഇത് നന്നായി സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ ബീറ്റാക്കി എടുക്കാം. ഐസ് വാട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ബീറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. പിന്നെയും നിങ്ങൾ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 200 ഗ്രാം ക്രീം ചീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. 200 ഗ്രാം ക്രീം ചീസിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തോളൂ. എന്നിട്ട് അതുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ക്രീമിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും ഈ ചീസുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ചീസ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്യരുത്. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രീമിൻ്റെ ആ സ്റ്റിഫ്നെസ് കറക്റ്റ് ആവില്ല. ഇതൊരു സ്പൂണോ സ്പാച്ചുലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാനിവിടെ ഫോൾഡാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ കേക്കിന് ഒന്ന് ട്രിം ചെയ്ത് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് ലെയർ ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് 14 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് നമുക്കിത് ബേസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നന്നായി സിമ്പിൾ സിറപ്പ് വെച്ചിട്ട് കേക്ക് സോക്കാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാ സ്ഥലത്തും സോക്കാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ചീസ് ചേർത്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസിങ് ബാഗിലാക്കിയിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്കൊക്കെ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും, പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളരെ കെയർ ചെയ്തിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് സോക്കാക്കി എടുക്കുക സിറപ്പ് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ക്രീം വെച്ച് കൊടുക്കണം. ഒരു തിക്കായിട്ടുള്ള കോട്ടിങ് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഫൈനൽ ലെയർ വെച്ചിട്ട് ഫൈനൽ ലെയറും നല്ലതുപോലെ നനച്ചെടുക്കണം.
ഇനി നമ്മൾ വെച്ചിട്ടുള്ള 3 ലെയറും ഒരേ സൈസിൽ ഒരേപോലെ തന്നെയാണുള്ളതെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഇതിന് ഫ്രോസ്റ്റിംഗ് ചെയ്താൽ മതി. 3 ലെയറും കറക്റ്റായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളതെന്ന്. ഇനി ഇതിനെ നേരത്തെ പോലെ ഒന്ന് നന്നായി ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ക്രംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രം കോട്ടിങ് കേക്കിന് കൊടുക്കുന്നത്. ഇത് ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രീമിൻ്റെ മുകളിൽ കേക്കിൻ്റെ ക്രംസ് വരുന്നത്. ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് മൊത്തമായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഒന്നുകിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്രീം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു ഓഫ്സെറ്റ് സ്പാച്ചിലയോ അതല്ലെങ്കിൽ ഒരു സ്ക്രൈപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് വടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്പാച്ചില വെച്ച് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. മുകൾ ഭാഗവും സൈഡും ഒക്കെ നന്നായി തന്നെ നീറ്റാക്കി എടുക്കും. ഇടയ്ക്ക് ഗ്യാപ്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ക്രീം നമ്മൾ സ്പാച്ചുലയിൽ എടുത്തിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഗ്യാപ്പൊക്കെ ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് കേക്കിൻ്റെ ക്രംസ് ഇതിൻ്റെ സൈഡിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സൈഡൊന്നും ഞാൻ ശരിക്കും ഷാർപ്പാക്കി എടുത്തിട്ടില്ല. ഈ ക്രംസ് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്നും അത്രയ്ക്ക് അങ്ങ് കാണില്ല. അതുകൊണ്ടാണ് അത്രയും ഷാർപ്പാക്കി എടുക്കാതിരുന്നത്. അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ കുറച്ച് കളേർഡ് വെർമിസെല്ലിയും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ ഒരു ബോർഡർ വെച്ച് കൊടുത്തു, ഷെൽ ബോർഡർ. അതേ ടിപ്പ് വെച്ചിട്ട് മുകളിൽ കുറച്ച് ഡോട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ലൈനിൽ സെൻറ്റർ ഭാഗം ഒഴിച്ചിട്ടുണ്ട്. അവിടെ പേരെഴുതാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെക്കറേഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച്. ഞാനിപ്പോൾ ഇതൊരു ബർത്ത്ഡേ കേക്കാണ്, ഓർഡറായിരുന്നു. അപ്പോൾ ഇത്രയാണ് 3 കിലോ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചത്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.